എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രോഹിത്. അപ്പോൾ ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ന്യൂസിലൻഡിലേക്ക് വന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഒരു സാലറി സിസ്റ്റത്തിൻ്റെ ഒരു കമ്പാരിസൺ ആണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള നമ്മുടെ സാലറി സിസ്റ്റവും ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലുള്ള ഒരു സാലറി സിസ്റ്റം തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഈ ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ പോലത്തെ രാജ്യങ്ങളിലെ സാലറി സിസ്റ്റം നമ്മുടെ ഇന്ത്യയിലുള്ള സാലറി സിസ്റ്റത്തിനേക്കാളും നല്ലത് എന്തുകൊണ്ടാണെന്ന് ഒരു എക്സ്പ്ലനേഷൻ കൂടിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ കൂടുതലും ഞാനിവിടെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കൂടുതൽ പറയുന്നത്. അപ്പോൾ ഞാൻ ജോലി സ്ഥലത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വീഡിയോ ഒരു 100 പേര് കാണുന്നുണ്ടെങ്കിൽ അതിൽ 95 പേരും ചിന്തിക്കാത്ത ഒരു പുതിയൊരു ഐഡിയയും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഞാനിവിടെ കമ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേരളത്തിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സാലറിയും ഇപ്പം ന്യൂസിലൻഡ് ഇപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു വേജസ് സാലറിയും കൂടെയാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ എൻ്റെ ഒരു 22-23 വയസ്സ് ഈ ഒരു റേഞ്ചിൽ ഞാനൊരു 3 സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ്, രണ്ടാമത്തെ റെസ്റ്റോറൻ്റ് ആണ്, മൂന്നാമത്തെ 5 സ്റ്റാർ ഹോട്ടലാണ്. തൽക്കാലത്തേക്ക് ഇപ്പോൾ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ പേര് എവിടെയാണെന്ന് പറയുന്നില്ല. തൽക്കാലത്തേക്ക് നമുക്ക് എക്സ് എന്ന പേരുള്ള ഹോസ്പിറ്റൽ, വൈ എന്ന പേരുള്ള റെസ്റ്റോറൻറ്റ്, ഇസഡ് എന്ന പേരുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടൽ. അപ്പോൾ ഈ 3 കേസിൽ ഞാനവിടെ വർക്ക് ചെയ്തപ്പോഴും എൻ്റെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളുടെ അവരുടെ ഒരു സാലറിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ് എന്ന പേരുള്ള ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഏകദേശം ഒരു 45-50 ഈ ഒരു റേഞ്ച് പ്രായമുള്ള 2 ആൻറ്റിമാരുണ്ട്. അതിൽ ഇവർ രണ്ടുപേരുടെ മാത്രമല്ല ബാക്കി മിക്ക സ്റ്റാഫുകളുടെ, പ്രധാനമായിട്ട് ഇവർ രണ്ടുപേരുടെ ശമ്പളമൊക്കെ എന്ന് പറയുന്നത് ഏകദേശം ഒരു 12,000 രൂപ, 13,000 രൂപ, ഏകദേശം 10,000 റേഞ്ച് അടുപ്പിച്ചാണ് ഇവരുടെ ശമ്പളം എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇവർക്ക് എക്സ്പെൻസ് ഉണ്ട്. രണ്ടുപേരെന്ന് പറയുന്നത് ഒരാൾ സ്കൂട്ടി ഓടിച്ച് വരുന്ന ഒരാളാണ്, ഒരാളെന്ന് പറഞ്ഞിട്ട് ബസ്സിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പം യാത്രാ ചെലവും ഉണ്ട് ജോലി സ്ഥലത്തേക്ക് വരാൻ. പിന്നെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ എന്ന് പറയുമ്പോഴേ നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് 2 നേരത്തെ 3 നേരത്തെ ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഹോസ്പിറ്റലിൽ, അങ്ങനെയാണെങ്കിൽ കൂടി അതുകൂടെ പറയണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാലറി വരുന്നത്. ഏകദേശം 10 to 15,000 റേഞ്ചാണ്. അത് ഓരോ പൊസിഷൻ അനുസരിച്ച് കൂടുക. മാനേജറിനാണെങ്കിൽ കൂടുതൽ ശമ്പളം, ക്ലീനർ ജോലിക്കാണെങ്കിൽ കുറവായിരിക്കും, ട്രെയിനുകൾക്കാണെങ്കിൽ പിന്നെയും കുറവായിരിക്കും, അതങ്ങനെ വേരി ചെയ്യും. അപ്പോൾ ഇനി റെസ്റ്റോറൻറ്റ് കേസ് പറയുകയാണെങ്കിൽ, വൈകുന്നേരം റെസ്റ്റോറൻറ്റ് കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ മാത്രമല്ല മിക്ക റെസ്റ്റോറൻറ്റുകളിലും ഈ പെർ ഡേ ആണ് കൂലി കൊടുക്കുന്നത്, ഓരോ ദിവസത്തെ കൂലി. അപ്പോൾ വെയിറ്റർമാർ മിനിമം ഇത്ര ഒരു സ്പെസിഫിക് അവേഴ്സ്, അതായത് ഒരു 6 അല്ലെങ്കിൽ 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ ഇത്ര സമയം ജോലി ചെയ്യണം. ഞാൻ കണ്ടൊരു എക്സ്പീരിയൻസ് പറയുകയാണ്. അവർ രാവിലെ വരും, ഒരു വൈകുന്നേരം, ചിലവർ ഉച്ച തൊട്ട് രാത്രി വരെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഏകദേശം ഒരു 500 to 600 റേഞ്ചൊക്കെയാണ് ഇവരുടെ ശമ്പളം വരുന്നത്. ഇനി മൂന്നാമത് ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ചേർന്ന് ഒരു 5 സ്റ്റാർ ഹോട്ടൽ, അവിടുത്തെ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമല്ല എൻ്റെ പല ഫ്രണ്ട്സും ഈ ഒരു ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, ട്രെയിനി ആയിട്ട് പോയിട്ടുള്ളവരാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്ത അവിടെ കാര്യം പറയുകയാണെങ്കിൽ 12 മണിക്കൂറാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത്. 12 മണിക്കൂർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആഴ്ച 6 ദിവസം, 1.5 വർഷം മുമ്പുള്ള കാര്യം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. 6 ദിവസം, 5 അല്ലെങ്കിൽ 6 ദിവസമാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത്. 12 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യണം. എന്നിട്ട് രാവിലെ 8 മണിക്ക് കയറി കഴിഞ്ഞാൽ രാത്രി 8 മണിക്ക് ഇറങ്ങാം. മാസാവസാനം ആകുമ്പം 6,000 രൂപയാണ് കിട്ടുന്നത്. പല ഹോട്ടലുകളിൽ ഇത് കൂടിയും കുറഞ്ഞു വരും. അപ്പം ഞാൻ ഈ ഹോട്ടലിലുള്ള ഒരു സ്റ്റാഫിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഈ 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ ഉള്ള. അപ്പോൾ അവിടെ സ്റ്റാഫായി, അവൻ ട്രെയിനിങ് കഴിഞ്ഞ ഒരു സ്റ്റാഫായി. അപ്പോൾ അവൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൻ വേറെ പല ഹോട്ടലുകളിലും, വേറെ ഏതൊരു ഹോട്ടലിൽ എനിക്ക് കേരളത്തിൻ്റെ വെളിയിലാണെന്ന് തോന്നുന്നു, അവൻ 16-17 മണിക്കൂർ ജോലി ഇട്ടിട്ടാണ് പറഞ്ഞത്. എൻ്റെ അല്ലാതെ ഹോട്ടലിൻ്റെ വെളിയിൽ നിന്ന് ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ക്ലാസ്മേറ്റ് ഒരു ഫ്രണ്ട് ഉണ്ട്, അവനും പറഞ്ഞിട്ടുണ്ട് അവൻ കൊച്ചിയിൽ എവിടെ ഒരു ഹോട്ടലിൽ ഇത്ര മണിക്കൂർ ജോലി ഇട്ടിട്ടുണ്ട്. 16-17 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്നത് ട്രെയിനീസിനെ കൊണ്ട്. 4 മാസം 3 മാസമൊക്കെ ട്രെയിനിങ് പീരീഡ്. മാസാവസാനമൊക്കെ ആകുമ്പോൾ ചെറിയൊരു തുകയായിരിക്കും കിട്ടുന്നത്, ഒരു 6,000-7,000 റേഞ്ചൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ന്യൂസിലൻഡിലോട്ട് സ്റ്റുഡൻറ്റ് വിസ കിട്ടി. ഞാൻ ന്യൂസിലൻഡിലേക്ക് ഇവിടെ എത്തി. എനിക്കിവിടെ 15ാമത്തെ ദിവസം എനിക്ക് ജോലി കിട്ടി. 15ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഞാൻ എന്താണ് CV ഇങ്ങനെ കൊടുത്തു തന്നപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ എനിക്ക് ജോലി കിട്ടി. ഒരു ഈജിപ്ഷ്യൻ റെസ്റ്റോറൻറ്റിലാണ് ജോലി കിട്ടിയത്. അപ്പോൾ സ്റ്റുഡൻറ്റ് വിസ പ്രകാരം നമുക്ക് ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിന് എന്ന് പറഞ്ഞാൽ വെളിയിൽ വരുന്ന ന്യൂസിലൻഡിൻ്റെ വെളിയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻറ്റിന് ആഴ്ചയിൽ 20 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ. അത് നിയമമാണ്. അപ്പോൾ 20 മണിക്കൂർ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ 4 ദിവസം 5 മണിക്കൂർ നമുക്ക് കൂട്ടാം, അല്ലെങ്കിൽ 5 ദിവസം വെറും 4 മണിക്കൂർ നമുക്ക് കൂട്ടാം. അപ്പോൾ അങ്ങനെ നമുക്ക് 5 into 4 20 20 മണിക്കൂറാവും. അപ്പോൾ ഇവിടുത്തെ വേജസ് സിസ്റ്റം, സാലറി സിസ്റ്റത്തിന് 2 പ്രത്യേകതയാണ് ഞാൻ ഇപ്പോൾ പറയാം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മിനിമം പേ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്ന് പറഞ്ഞാൽ മിനിമം പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിനിമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എംപ്ലോയിക്ക് മിനിമം ഇത്ര എവിടെയെങ്കിലും കൊടുക്കണം, ഒരു തുകയെങ്കിലും കൊടുക്കണം. ഇപ്പോൾ ഈ ന്യൂസിലൻഡിലാണെങ്കിൽ മിനിമം പേ എന്ന് പറയുന്നത് $23.15 എനിക്ക് തോന്നുന്നു. ജർമ്മനിയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു 12-13 എന്തോ ആണ്, യൂറോ ആണ്, അത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അങ്ങനെ ഓരോ രാജ്യങ്ങളിലും മിനിമം പേ ഉണ്ട്. അപ്പം മിനിമം പേയിൽ കുറച്ച് എംപ്ലോയർ കൊടുത്തു കഴിഞ്ഞാലോ, മിനിമം പേയിൽ കുറവ് എംപ്ലോയി വാങ്ങിച്ചു കഴിഞ്ഞാലോ അതിവിടെ കുറ്റമാണ്, അതിവിടെ ക്രൈമാണ്. അതുപോലെ തന്നെ അവർലി പേ, രണ്ടാമതാണ് അവർലി പേ. എന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂർ വെച്ചും കൂലി കിട്ടും.
അതാണ് ആ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യം പറയാനുണ്ട്. അത് ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെയും മൂന്നാമത്തെയും വീഡിയോ അതായിരിക്കും, അതിനെക്കുറിച്ചായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ന്യൂസിലൻഡിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന ഒരാളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഞാൻ പറഞ്ഞ പോലെ 20 മണിക്കൂർ അവർക്ക് ജോലി ചെയ്യാം. മിനിമം പേ 23.15 അപ്പോൾ ശരാശരി ഒരു സ്റ്റുഡൻ്റ് ഒന്ന് 24, 25 കിട്ടുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് കേസിൽ $24 വേരിയസ് അല്ലെങ്കിൽ പെർ അവർ കൂലി കിട്ടുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസ് നമുക്ക് എടുക്കാം. അപ്പോൾ 20 മണിക്കൂർ ജോലി ചെയ്യാൻ സ്റ്റുഡൻറ്റിന് ആഴ്ചയിലാണ്, മാസമല്ല, ആഴ്ചയിൽ. ഇവിടെ എല്ലാം പെർ വീക്കാണ്, റെൻറ്റ് കൊടുക്കുന്നതും ശമ്പളം കിട്ടുന്നതും എല്ലാം പെർ വീക്കാണ്. അപ്പോൾ 20 മണിക്കൂർ ജോലി ചെയ്യുന്ന സ്റ്റുഡൻറ്റ് $24 വെച്ച് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ $480 ഒരു ആഴ്ച സ്റ്റുഡൻറ്റിൻ്റെ അക്കൗണ്ടിൽ വരുന്നത്. $480 വരുന്നതിൽ $71 ഒരു ടാക്സ് പിടിക്കും. $71 ടാക്സ് പിടിച്ചു കഴിഞ്ഞാൽ $409 ഒരാഴ്ചത്തെ 20 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ വരുമാനം. സ്റ്റുഡൻറ്റിന് മാത്രമല്ല, ഇത് ജോലി ചെയ്യുന്ന ആരുടെ ആയിരുന്നാലും വരുമാനം ഇങ്ങനെയാണ്. ഇത് മിനിമം വേജാണ്, മിനിമം വേജിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ $409 എന്ന് പറയുന്നത് ഒരു ന്യൂസിലൻഡ് ഡോളറിന് 50 രൂപയാണ് ഇന്ത്യൻ റുപ്പിയിൽ. അപ്പോൾ 20,450 രൂപയാണ് ഒരാഴ്ചത്തെ ഒരു വ്യക്തിയുടെ വരുമാനം. ഇനി $25 ശമ്പളം വാങ്ങിയ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 20 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ $500 ഒരാഴ്ച കിട്ടും. $500 കിട്ടണയിൽ $75 ടാക്സ് പോകും. അപ്പോൾ $425 ഒരാഴ്ച കിട്ടുന്നത് ഒരു സ്റ്റുഡൻറ്റിന്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു സ്റ്റുഡൻസും എനിക്ക് തോന്നുന്നില്ല അവർ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തുറന്ന് ഓപ്പണായിട്ട് പറയുന്നതാണ്, ഒരു കേസ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ $425 എന്ന് പറയുന്നത് 21,250 രൂപയാണ് ഇന്ത്യൻ റുപ്പിയിൽ അവർ കിട്ടുന്നത്. ഇത്രയും വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആളുകളായതുകൊണ്ട് നമുക്കൊരു വന്നൊരു പ്രധാന എക്സ്പെൻസാണ് റെൻറ്റ്. ഇവിടെ വീടുള്ളവർക്ക് അത് അങ്ങനെ ഒരു എക്സ്പെൻസ് ഇല്ല. പുറത്തുനിന്ന് വരുന്നവർക്കുള്ള ഏറ്റവും പ്രധാന എക്സ്പെൻസ് റെൻറ്റാണ്. അപ്പോൾ റെൻറ്റ് ഞാൻ കണ്ട് മനസ്സിലാക്കിയെടുത്തോളം ശരാശരി ഒരു 180 to 200 റേഞ്ചൊക്കെയാണ് സാധാരണ ഒരു സിംഗിൾ റൂമിന്, ഷെയർ റൂമല്ല, സിംഗിൾ റൂമിന് ഒരു സ്റ്റുഡൻറ്റിന് വരുന്നത്. സാറിന് ഇവിടെ കൂടുതലും ആളുകൾ സിംഗിൾ റൂം എടുക്കാറാണ് പതിവ്. ഷെയർ റൂം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹസ്ബൻഡ് വൈഫായിട്ട് വരുന്നതാണ് ഷെയർ റൂം ഞാൻ കണ്ടിട്ടുള്ളത്, വളരെ അല്ലാത്തത് കുറവാണ്. അപ്പോൾ എൻ്റെ റെൻറ്റ് ഒന്ന് 178. അപ്പോൾ ഫുഡും അക്കോമഡേഷൻ അല്ല അതർ എക്സ്പെൻസ് ഒന്ന് ഫുഡ് ഏകദേശം ഒരു $60 to $70 വരും. പിന്നെ ഒരു ട്രാവൽ എക്സ്പെൻസ് വന്നാലായി, ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ മറ്റ് എക്സ്പെൻസുകൾ വന്ന് ഒരു $10-15 നിൽക്കും. പുറത്തുനിന്ന് ആദ്യം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ നിൽക്കും, അധികം വലിയ ചിലവില്ല. അപ്പോൾ ഏകദേശം ഒരു ചിലവ് വന്നൊരു $275 അല്ലെങ്കിൽ $280 റേഞ്ചാണ് ചിലവ് വരുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് $400 ഒരാഴ്ച ഇൻകം കിട്ടുന്നു. അതിൽ $275-280 റേഞ്ച് ചിലവാകുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ ആവറേജ് എടുത്ത് കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം $125 to $130 ഒരാഴ്ച ഒരു സ്റ്റുഡൻറ്റ് സേവ് ചെയ്യുന്നത്. $100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 രൂപയ്ക്ക് മുകളിൽ വരും ഒരാഴ്ച. അപ്പോൾ 125 130 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6,000-7,000 റേഞ്ച് വരെ ഒരു സ്റ്റുഡൻറ്റ് സേവ് ചെയ്യാൻ പറ്റും. അത് ഡിപ്പെൻഡ്സ് ഓൺ എങ്ങനെ ചിലവാക്കുന്നു, എവിടെ താമസിക്കുന്നു, ട്രാവൽ എക്സ്പെൻസ് ഉണ്ടോ, പുറത്തുനിന്ന് കഴിക്കുന്നു, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഈ ഒരു റേഞ്ച് ഒരു സ്റ്റുഡൻറ്റിന് സേവ് ചെയ്യാൻ പറ്റും. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പൈസ എടുത്ത് സേവ് ചെയ്യാൻ പറ്റില്ല, ലോൺ അടയ്ക്കണം. നമ്മൾ എല്ലായിടത്തും ലോൺ എടുത്തിട്ടാണല്ലോ വരുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞ കേസ് എന്ന് പറയുന്നത് 20 മണിക്കൂറിൻ്റെ റെസ്ട്രിക്ഷൻ ഉള്ള കേസാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസയിൽ 20 മണിക്കൂർ റെസ്ട്രിക്ഷൻ ഉണ്ട്. മാത്രമല്ല മിനിമം പേരുള്ള കേസാണിത്. ഇത് നമ്മുടെ അടുത്ത് ജോലി ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് മിനിമം പേ തരുള്ളൂ. നമുക്ക് എന്തെങ്കിലും പ്രൊമോഷനൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൂടിയ ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ പൈസ കിട്ടുന്നത്. മാത്രമല്ല സ്റ്റുഡൻറ്റ് വിസയിലായിരിക്കുമ്പോൾ മാത്രമേ 20 മണിക്കൂർ പാടുള്ളൂ എന്നൊരു നിയമമുള്ളൂ. സ്റ്റുഡൻറ്റ് വിസ മാറിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു നിയമം ഇല്ല. അപ്പം നമ്മൾ എത്ര കൂടുതൽ മണിക്കൂർ ജോലി ചെയ്യുന്നോ അതിനനുസരിച്ച് കൂടുതൽ ശമ്പളം കിട്ടും. 40 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര പറഞ്ഞ എമൗണ്ട് ഉണ്ടോ അതിൻ്റെ ഡബിൾ കിട്ടും. പിന്നെ നമ്മൾ ശമ്പളം വേഴ്സ് അവർ ഇൻക്രീസ് ചെയ്യും. എനിക്ക് ആദ്യം 24 പിന്നെ 25 അതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ശമ്പളം കൂടുന്നതോറും നമുക്ക് കൂടുതൽ ഓരോ മണിക്കൂർ വെച്ച് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓർമ്മ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു ഷോർട്ടാണ്, എന്നാൽ ഒരു വീഡിയോ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു സായിപ്പ് വന്നിട്ട് പറയും, നിങ്ങൾക്ക് പോക്കറ്റ് നോക്കാതെ കാർ എടുക്കണമെങ്കിൽ, വില കൊടുക്കുള്ളൊരു കാർ എടുക്കണമെങ്കിൽ നിങ്ങൾ ക്ലോക്ക് നോക്കാതെ വർക്ക് ചെയ്യണം. അപ്പോൾ അന്ന് ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്കിത് മനസ്സിലായി എന്താണ് ഈ സായിപ്പ് പറയുന്നത്. പോക്കറ്റ് നോക്കാതെ പൈസ നോക്കാതെ കാർ എടുക്കണമെങ്കിൽ ക്ലോക്ക് നോക്കാതെ വർക്ക് ചെയ്യണം അതെനിക്ക്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണെന്ന്. കാരണം പുറമേയുള്ള രാജ്യങ്ങളിൽ മണിക്കൂർ വെച്ചാണ് കൂലി കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യുന്നതോറും നല്ലൊരു തുക മിനിമം വേജ് ഉണ്ട്. ഓരോ മണിക്കൂർ വെച്ച് മിനിമം വേജാണ് കിട്ടുന്നത്. അത്രയും തുക നമുക്ക് കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്തെ സാലറി സിസ്റ്റത്തിൻ്റെ ഒരു 3 പ്രശ്നം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മിനിമം പേ ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എംപ്ലോയിക്ക് മിനിമം ഇത്രയെങ്കിലും കൊടുക്കണം, അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പല ആളുകളും എന്താണ് ഈ ചെറിയ പൈസയ്ക്കൊക്കെ നമ്മൾ എന്താ പറഞ്ഞ് ഫിക്സ് ചെയ്ത് ചെറിയ പൈസയ്ക്കൊക്കെ ജോലി ചെയ്യുന്ന പൊതുവെ നമുക്ക് അറിയാന്നുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർലി പേ ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മണിക്കൂർ വെച്ചുള്ള കൂലി അങ്ങനെയില്ല. നമ്മുടെ നാട്ടിലുള്ള ആളെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യണം, അതിന് മാസാവസാനമാകുമ്പോൾ ഒരു തുക കിട്ടും.
മൂന്നാമത്തതാണ് ഫെയർ ആയിട്ടുള്ള പേ എന്ന് പറഞ്ഞാൽ ജോലിക്ക് അനുസരിച്ചുള്ള കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ശമ്പളം എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ ആ ജോലിയുടെ പൊസിഷൻ അനുസരിച്ചാണ്. ഇപ്പം മാനേജറിനാണെങ്കിൽ തുക കൂടുതലായിരിക്കും, ക്ലീനിങ് പോലത്തെ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് ശമ്പളം പൊതുവെ കുറവായിരിക്കും. അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കുള്ള ഒരു മെയിനായിട്ടുള്ള പ്രശ്നം ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആൾ ജോലി ചെയ്യുന്നു, അവരുടെ ജോലി സമയം 9 മണി തൊട്ട് 4 മണി വരെയാണെന്ന് വിചാരിക്കുക. 4 മണി കഴിയുമ്പോൾ അടുത്ത ഷിഫ്റ്റിലുള്ള ആൾ വരും. അപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ ഇപ്പം ഒരു 1-2 ദിവസത്തേക്ക് അടുത്ത ഷിഫ്റ്റിലുള്ള ആൾ വരാൻ പറ്റിയില്ല. അപ്പോൾ ഈ 4 മണി വരെ ജോലി ചെയ്യുന്ന ഒരാൾ കുറച്ചുകൂടെ സമയം എക്സ്റ്റെൻഡ് ചെയ്യണം, ചിലപ്പോൾ 2-3 മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ ഇങ്ങനെ ഓവർ ടൈം എന്ന് പറയുമെങ്കിൽ അതിന് ഫിക്സഡ് ആയിട്ടൊരു വേരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ന്യൂസ് എൻ്റെ അവർലി പേ ഉള്ള ഓരോ മണിക്കൂറിന് ഇത്ര കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഇപ്പോൾ എംപ്ലോയർ തമ്മിൽ സംസാരിക്കും, ഇത്ര ഒരു എമൗണ്ട് അങ്ങനെ ഫിക്സ് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ അറിവിൽ അങ്ങനെയാണുള്ളത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നിയമം ഇല്ലല്ലോ. ഇനി നമ്മുടെ നാട്ടിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു കേസ് പറയാം. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളൊരു സ്റ്റുഡൻറ്റ്, ആ സ്റ്റുഡൻറ്റ് ഇപ്പം കൊച്ചിയിൽ ഇപ്പോൾ കുസാറ്റി പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വേറൊരു ജില്ലയിലുള്ള ഒരു കോളേജിൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും കൊച്ചി ചെന്ന് അവിടെ ഒരു പാർട്ട് ടൈം ജോലി കണ്ടുപിടിച്ച് 20 മണിക്കൂർ മാത്രം അല്ലെങ്കിൽ 15 മണിക്കൂർ മാത്രം ആഴ്ചയിൽ ജോലി ചെയ്ത് ഓരോ മണിക്കൂർ വെച്ച് കൂലി കിട്ടി, റെൻ്റ് അടച്ച് ഫുഡിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്ത്, സിംഗിൾ റൂം എടുത്ത് റെൻ്റ് അടച്ച് ഫുഡിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് മറ്റ് എക്സ്പെൻസുകളെല്ലാം മീറ്റ് ചെയ്ത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ കേരളം വിട്ട് അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് പുറമേ ഒരു രാജ്യത്ത് പോകുന്ന ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ അവിടെ തന്നെ ജോലി ചെയ്ത് ഓരോ മണിക്കൂർ വെച്ച് കൂലി കിട്ടി വളരെ കുറച്ച് സമയം മാത്രം ജോലി ചെയ്ത് അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് അങ്ങനെ സംഭവമല്ല ഈ പുറമേയുള്ള കൺട്രിയിൽ പോസിബിളാണ്. ഇനി എൻ്റെ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ ഈ 100 പേര് കാണുന്നുണ്ടെങ്കിൽ അതിൽ 95-99 പേരും ചിന്തിക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ഒരു സമയത്ത് ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഞാനിത് ആദ്യമായിട്ട് ചിന്തിക്കണം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പല ആളുടെടുത്തും ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പരിചയമുള്ള എൻ്റെ മുമ്പ് പഠിച്ച പ്രൊഫസർമാരുടെ അടുത്തും ചില ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാം. അപ്പോൾ അതിന് പറ്റാതെ വെച്ചാൽ പല കാരണമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനാണ്, ജനസംഖ്യ വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ രാജ്യത്ത് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഒരു കസ്റ്റം സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ GDP നോക്കുകയാണെങ്കിൽ ഓവറോൾ GDP ഇന്ത്യ തേർഡാണെങ്കിലും GDP പെർ ക്യാപിറ്റ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഓവറോൾ GDP നമ്മൾ ജനസംഖ്യ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് നോക്കുകയാണെങ്കിൽ വളരെ താഴെയാണ്. നാട്ടിൽ പോവർട്ടി കൂടുതലാണ്, ഒരുപാട് ആളുടെ കയ്യിൽ ഇങ്ങനെ ജോലിയില്ല, ജീവിക്കാൻ നിർത്തിയില്ല, പൈസ കുറവാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ചിന്ത എനിക്ക് ആദ്യമായിട്ട് വന്നത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കോവളത്ത് ഹോം സ്റ്റേ ഉണ്ട്. അപ്പോൾ ഹോം സ്റ്റേയിൽ ഒരു ഫിൻലൻഡുകാരെ സായിപ്പ് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സായിപ്പ് ഒരുമിച്ചാണ് ബീച്ചിൽ പോകുന്നത്. രാവിലെ ഒരു സമയത്ത് അയാളോട് സ്വിമ്മിങ് ചെയ്യാൻ പോകുമായിരുന്നു. അപ്പോൾ ഇയാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അയാൾ പറയും, അയാളുടെ രാജ്യത്ത് വന്നിട്ട് ഇങ്ങനെ റൂൾസ് ഇവിടെ ഉള്ളത് സംഭവങ്ങളുണ്ട്, നിയമങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രി വർക്ക് ചെയ്യുന്നവർക്ക് ശമ്പളം കൂടുതലായിരിക്കും, പബ്ലിക് ഹോളിഡേ വർക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ, പബ്ലിക് ഹോളിഡേ ഏതിനുണ്ടെങ്കിൽ അവിടെ ആ സമയത്ത് നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 1.5 ടൈംസ് പേ ആണ്. ഒരു മണിക്കൂറിന് എത്ര കൂലി കിട്ടുന്നത് ചിലവരുടെ അടുത്ത് ഡബിൾ പേ കിട്ടും. അത് 2 മണിക്കൂറിൻ്റെ ആ കൂലി 1 മണിക്കൂറിന് കിട്ടും, അല്ലെങ്കിൽ 1.5 ടൈംസ് കിട്ടും. അങ്ങനെയൊക്കെ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ സാഹിബ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാഹിബിൻ്റെ കൂടെയുള്ള ഡൽഹിക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഡൽഹിക്കാരൻ പറയുന്നത് നമ്മുടെ രാജ്യം വളരെ വലുതാണ്, ജനസംഖ്യ ഭയങ്കര കൂടുതലാണ്, പോവർട്ടി കൂടുതലാണ്, അപ്പോൾ ഗവൺമെൻറ്റിനെല്ലാം കൂടെ അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ടാണ് വരുന്നില്ലാത്തത്. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞത്, ഇപ്പോൾ ഈ വീഡിയോ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഇത്രയും ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഇവിടെ വന്ന് ചുറ്റും ജോലി ഇത് കണ്ട് അറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സിസ്റ്റം ഉണ്ടെന്ന കാര്യം ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും നമ്മുടെ നാട് ഭരിക്കുന്നവർക്ക് പോലും എനിക്ക് തോന്നുന്നില്ല ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളത്. കാരണം മിക്ക ആളുകളും പ്രൈമറി എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളുകളാണ്. അത് അവരെ വിമർശിച്ച് മോശമായിട്ട് പറയണതല്ല, അത് പലരും സാഹചര്യമായിരിക്കും, ഒരു പക്ഷേ അവരുടെ ചെറുപ്പത്തിലുള്ള സാഹചര്യം കാരണമായിരിക്കും ഒരു പക്ഷേ അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തത്, എന്തെങ്കിലും കാരണം നമുക്കറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല നാട് ഭരിക്കുന്നവർക്ക് പോലും ഇങ്ങനെ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് അറിയാം. ഇപ്പം ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്തപ്പോഴായിരിക്കും ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും, ഇപ്പോൾ കേരളത്തിലുള്ളവരായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവം കൊണ്ടെന്ന് അറിയുന്നത് തന്നെ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ടുള്ള 2 ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ അറിയിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് ആളുകൾ ചർച്ച ചെയ്യുക. കാരണം ഇപ്പോൾ സാധാരണ ആളുകൾ കൂടുതലെടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും, പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നതായിട്ടും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നതായിട്ട് എൻ്റെ അറിവിൽ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ തോട്ട്സ് ട്രാൻസ്ഫോം ഇൻറ്റു ആക്ഷൻ എന്നാണ്. അപ്പം നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, നമ്മൾ ചർച്ച ചെയ്യുന്നു, പിന്നീട് ഭാവിയിൽ ആക്ഷനായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലത്. പിന്നെ ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഫിനാൻഷ്യൽ ഉണ്ടായിരുന്നുകൊണ്ടും കോളാറ്ററൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്കിപ്പോൾ എബ്രോഡ് എഡ്യൂക്കേഷൻ പോസിബിൾ ആയത്. നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും എബ്രോഡ് എഡ്യൂക്കേഷൻ പോസിബിൾ ആവില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിനുള്ള ഫിനാൻഷ്യൽ ഇല്ല.
അപ്പം നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഇപ്പോൾ ന്യൂസിലൻഡാണ്, ഭാവി ഇന്ത്യയായിട്ട് തിരിച്ചു വരും. അപ്പം നമുക്ക് എന്തെങ്കിലും ഇതുപോലൊരു സിസ്റ്റം നമുക്ക് എന്തെങ്കിലും കാരണവശാലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്കേ അതുകൊണ്ട് ഗുണം ഉണ്ടായില്ല. കാരണം ഇപ്പോൾ എനിക്ക് 23 വയസ്സായി. അപ്പോൾ എബ്രോഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യം ആയിരിക്കില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഫാമിലീസിനും അതിനനുസരിച്ചുള്ള ഫിനാൻഷ്യലും കൊളാട്രലും ചിലപ്പോൾ ഒരു പക്ഷേ കാണില്ല. അപ്പോൾ ഉള്ളവർക്ക് മാത്രം പുറത്തു പോകാൻ പറ്റും, പുറത്തു പോയവർ അങ്ങനെ രക്ഷപ്പെടും. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ ന്യൂസിലൻഡിലാണ്, ഞാൻ ഭാവി ഇന്ത്യയിലേക്ക് തിരിച്ചു വരും. നമ്മുടെ രാജ്യത്ത് നമുക്ക് ഇതുപോലൊരു സിസ്റ്റം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കേ അതുകൊണ്ട് ഗുണം ഉണ്ടായില്ല. പക്ഷേ ഇനി വരുന്ന തലമുറ അതിൻ്റെ ഗുണം, അതിൻ്റെ ബലം അനുഭവിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ രാജ്യമാണ് ഏറ്റവും പോപ്പുലേഷൻ കൂടി 140 കോടിയുള്ള രാജ്യം. അപ്പോൾ കൂടുതൽ ആളുകളും ഞാനിപ്പോൾ എങ്ങനെ പുറത്തുനിന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ഈ ഡിഗ്രി സമയത്ത് ആദ്യമൊക്കെ എൻട്രൻസുകളുടെ പിന്നാലെയായിരുന്നു. നമ്മുടെ IIT ജാം പോലത്തെ എൻട്രൻസുകളുണ്ട്. അപ്പോൾ പരീക്ഷ എഴുതി 15,000 പേര് എഴുതുന്ന പരീക്ഷയാണ്. 15,000 പേര് എഴുതുന്ന പരീക്ഷയിൽ 532 പേർക്ക് മാത്രമേ ഏകദേശം IIT-കളിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. ബാക്കിയൊക്കെ NIT ഐസർ പിന്നെ 2000 ക്ലോസ് ചെയ്യും. 15,000 പേരായിരുന്നു. എൻ്റെ റാങ്ക് വന്ന് 7,000 8,000 എന്തോ ആയിരുന്നു, വളരെ താഴെയായിരുന്നു. കാരണം ഡിഗ്രി പരീക്ഷയുടെ ഇടയ്ക്ക് പരീക്ഷ എഴുതുകയാണ്, അപ്പോൾ അധികം ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സിനൊക്കെ ആണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ 10-12 സീറ്റൊക്കെ ഉള്ളൂ. മാത്രമല്ല നമ്മുടെ നാട്ടിലെ BSc സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം മാറ്റം ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പഠിക്കുന്ന സമയത്ത്, എന്നുവെച്ചാൽ 2 വർഷം മുമ്പ് നമ്മൾ ഈ പരീക്ഷയിൽ കാണാതെ പഠിച്ചെഴുതുന്ന സംഭവമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ പുറത്തോട്ട് വരാമെന്ന് ചിന്തിക്കുന്നതും നമ്മളെന്താണ് ഒരു എക്സ്പോയ്ക്ക് പോയതും ന്യൂസിലൻഡിലോട്ട് വന്നതും. പക്ഷേ വന്നതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി, അതെങ്ങനെ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നൊരു ചിന്ത എനിക്ക് വന്നു തുടങ്ങി. അപ്പോൾ ഇനി ഈ ഒരു ചിന്ത ആക്ഷനായിട്ട് ട്രാൻസ്ഫോം ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ അതിൻ്റെ ആദ്യത്തെ വീഡിയോ. ഇനി രണ്ടാമത്തെ വീഡിയോ, മൂന്നാമത്തെ വീഡിയോ മിനിമം പേ, അവർലി പേനെ കുറിച്ചുള്ള അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചായിരിക്കും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതാണ്. താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.